ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അച്ചുവിന് അങ്ങനെ അർച്ചന വേഗം തന്നെ ചായ കൊടുന്നു കൊടുക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എല്ലാവരും എത്തുന്നുണ്ട്. അച്ചു അപ്പം മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ വിഷുക്കണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയോ ചോദിക്കുമ്പോൾ മുകുന്ദൻ എല്ലാം വാങ്ങിച്ചു എന്ന് പറയുകയാണ്. അഞ്ചു അപ്പം പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വിഷുക്കണി വെക്കുമ്പോൾ കുറേ ഫ്രൂട്ട്സൊക്കെ വെക്കും, നാറും ഓറഞ്ചൊക്കെ കുറേ വെക്കും, അതൊക്കെ വാങ്ങണേ അച്ചു എന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതിനെന്താ, അതെല്ലാം വാങ്ങാം, നിനക്ക് വേണ്ടി ഒരു 2000 രൂപ ഏട്ടത്തി ഇപ്പൊ തന്നെ അയച്ചേക്ക് എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതൊക്കെ ഇപ്പോ ഓരോന്നായാലും കുഴപ്പമില്ല അച്ചു, എല്ലാം ചടങ്ങിന് വേണ്ടിയല്ലേ, ഇത്രയൊക്കെ മതി എന്ന് പറയാണ്. അവരും തന്നെ അപ്പൊ മഞ്ജുവിനെ നോക്കി അങ്ങനെ ചിരിക്കുകയാണ്. അച്ചു അപ്പൊ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, മുകുന്ദേട്ട മറ്റേ കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഇല്ല ഞാനത് പറഞ്ഞിട്ടില്ല, അത് നമ്മള് സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അർച്ചനയും രമ്യൊക്കെ അപ്പൊ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അച്ചു മുകുന്ദനാണെങ്കിൽ ആരോടും ഒന്നും പറയുന്നില്ല. മഞ്ജു അപ്പൊ അച്ചു എന്നോട് മാത്രമായിട്ട് പറയണേന്ന് പറയാണ്. മഞ്ജുവിനോടും അവരൊന്നും തന്നെ പറയുന്നില്ല. നാളത്തെ സർപ്രൈസ് ആയിരിക്കും വിഷുക്കണിയുടെ കൂടെ, അവരും അത് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. രുക്കു ആണെങ്കിൽ ചന്ദ്ര വിളിച്ചു പറഞ്ഞ് ചന്ദ്രകാന്തത്തിലേക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റൂമിലേക്ക് അച്ചു വരുന്നത്. അച്ചു ചോദിക്കുന്നുണ്ട്, രുക്കു നീ ഇത് എങ്ങോട്ടാണെന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ പറയാം, നീയും വേഗം കുളിച്ച് റെഡിയാവ്, നീ എൻ്റെ ഈ പ്ലേറ്റ്സ് ഒന്ന് സാരിയുടെ ശരിയാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അച്ചു അതെല്ലാം ശരിയാക്കി കൊടുക്കുന്നുണ്ട്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അച്ചു നീ വേഗം കുളിച്ചിട്ട് വാ, നമുക്ക് ചന്ദ്രകാന്തത്തിലേക്ക് പോകണം, അവിടെ പോയി വിഷു കൈനീട്ടം വാങ്ങിച്ച് കണിയും കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പോരാമെന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, വിഷുക്കണി ഇവിടെയാണ് കാണേണ്ടത്, ചേച്ചിയിൽ നിന്നായിരിക്കണം ആദ്യം കൈനീട്ടം വാങ്ങേണ്ടതെന്ന് അച്ചു അങ്ങനെ പറയുകയാണ്. രുക്കുവിന് അപ്പൊ ദേഷ്യം വരുന്നുണ്ട്. രുക്കു ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല, അതൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോവണം, ഞാനും നീയും ഇപ്രാവശ്യം വിഷു ആഘോഷിക്കുന്നത് അവിടെയാണെന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല, എൻ്റെ വീട്ടിൽ വിമലേച്ചി അങ്ങനെയാണോ ചെയ്യാറ്, ഇവിടെ ഏട്ടത്തിമാരും അങ്ങനെയല്ല ചെയ്യാറ്, അതുകൊണ്ട് നീയും ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനാണ് എനിക്ക് എപ്പോഴും കൈനീട്ടം തരുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും ചേച്ചി കൈനീട്ടം തരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആർക്കും ഒരു ഉയർച്ചയും ഇല്ല എന്നങ്ങനെ പറയുമ്പോൾ അച്ചു ദേഷ്യപ്പെടുന്നുണ്ട്. മതി നിർത്ത് പറയാണ്. രുക്കപ്പ പറയുന്നുണ്ട്, അവരുടെ പിടിയിൽ നിന്ന് എൻ്റെ ഏട്ടൻ വിട്ടുപോയത് കൊണ്ടാണ് ഏട്ടൻ ഇപ്പൊ രക്ഷപ്പെട്ടത്, ഇവിടെയുള്ളവരാണെങ്കിലോ തുറന്നു പറയാം അച്ചു, നിന്റെ ചേച്ചി ഒരു ശാപം കിട്ടിയ സ്ത്രീയാണെന്ന് രുക്കു അങ്ങനെ പറയാണ്. ഇത് കേട്ട് അച്ചുവിനെ ദേഷ്യം സഹിക്കാനാവാതെ രുക്കുവിന്റെ കാരണത്തേക്ക് അടിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരുന്നുണ്ട്. അർച്ചന എന്നിട്ട്, അച്ചു നീ എന്താ ചെയ്യുന്നത്, വേണ്ട ഞാനൊന്ന് പറയുന്നത് കേൾക്ക്, രുക്കു നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോവണോ, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ പോയിട്ട് വായോ എന്ന് പറയാണ്. അച്ചു അപ്പോ ചേച്ചി ഇത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ, പക്ഷേ അച്ചു നീ ഇവിടെ ഉണ്ടാവണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് അർച്ചന അങ്ങനെ പറയുകയാണ്. അത് കേട്ട് രുക്കുവിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, എന്തിനാണ് ചേച്ചി ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് സംസാരിക്കുന്നത്, വേണമെങ്കിൽ ഞാൻ പൊക്കോ, എന്നാൽ എല്ലാരും ഇവിടെ തന്നെ വേണം, നമ്മൾ പോകുന്നതിൽ അച്ചു നിനക്കല്ല താല്പര്യമില്ലാത്തത് ചേച്ചിക്കാണ്, ഈ അത് വെറുതെ ഏറ്റുപിടിക്കുകയാണ്, അതാണല്ലോ ഇവിടുത്തെ പതിവും. അങ്ങനെ രുക്കു പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, നിന്റെ വീട്ടിൽ തീരുമാനമെടുക്കുന്നത് നിന്റെ ഏട്ടനല്ലേ, അതുപോലെ ഇവിടെ തീരുമാനമെടുക്കുന്നത് എൻ്റെ ചേച്ചിയാണ്, അതിനെന്താണ് കുഴപ്പമെന്ന് അച്ചു അങ്ങനെ ചോദിക്കുകയാണ്. ഉക്കപ്പ പറയുന്നുണ്ട്, അതാണ് കുഴപ്പം, തീരുമാനം എപ്പോഴും വൺ സൈഡ് ആയിരിക്കും, ഞാനും എൻ്റെ ഹസ്ബൻഡും എന്ത് തീരുമാനിച്ചാലും അതിനെല്ലാം ഉടക്കായിട്ട് ചേച്ചി വന്നിരിക്കും എന്ന് രുക്കു പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, രുക്കു നീ ഒന്നും മിണ്ടാതിരിക്കി, നീ എന്ത് വൃത്തിയായിട്ട് സംസാരമാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അച്ഛനപ്പ അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു ഞാൻ നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്, അത് ചെയ്യെന്ന് പറയാണ്. രുക്കപ്പ പറയുന്നുണ്ട്, ചേച്ചി അവനെ ശാസിക്കണ്ട, അവൻ പറഞ്ഞോട്ടെ, അവനിപ്പോ എന്താണ് പറഞ്ഞത്, ഞാൻ വൃത്തിയായിട്ട് സംസാരമാണ് സംസാരിക്കുന്നതെന്നല്ലേ, അതിനർത്ഥം ഞാൻ വൃത്തികെട്ടവളാണെന്നാണ്, എനിക്ക് എങ്ങോട്ടും പോവണ്ട, ഞാൻ ഈ മുറിയിൽ അടച്ചുപൂട്ടിയിരുന്നോളാം പോരെ എന്ന് പറഞ്ഞ് കലിതുള്ളിക്കൊണ്ട് രുക്കു ഫോണും എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. രുക്കു നേരെ അടുക്കളയിൽ പോയി വെള്ളമെടുത്ത് കുടിക്കുന്നുണ്ട്. മനസ്സിൽ നിന്നിട്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ഛനേച്ചി പറയുന്നതാണ് അച്ചുവിന് വേദവാക്യം, എപ്പോഴും ജയിക്കുന്നത് ആ സ്ത്രീ, തോൽക്കുന്നത് ഞാനും, ഇതെന്തായാലും അങ്ങനെ വിട്ടാൽ മതിയാവില്ല, എന്തെങ്കിലും ഒരു പണി കൊടുക്കണം ചേച്ചിക്ക് എന്നങ്ങനെ രുക്കു ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഗ്യാസ് സ്റ്റവ് കാണുന്നത്. ആട്ടെ വിഷു ഇന്ന് ദുരന്തമായിട്ട് അവസാനിക്കണം. രാത്രിയിൽ അവസാനമായി അടുക്കളയിൽ വരുന്നത് അർച്ചനേച്ചിയാണ്. ചൂടുവെള്ളം ഉണ്ടാക്കാൻ ഇന്ന് അവരിങ്ങോട്ടേക്ക് വരട്ടെ എന്നെല്ലാം രുക്കു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാണ്. പിന്നീട് രാത്രിയിൽ അഞ്ജു അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കു വരികയാണ്. മൊബൈലിൽ ടോർച്ച് മടിച്ചുകൊണ്ട് രുക്കു വേഗം തന്നെ അടുക്കളയിൽ പോയി ഗ്യാസ് എല്ലാം തുറന്നു വെക്കുകയാണ്. എന്നിട്ട് വേറെ ആരും കാണാതെ വേഗം തന്നെ അവിടെ നിന്നും മാറി നിൽക്കുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ വെള്ളം
വെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് വരികയാണ്. അർച്ചന വരുന്നതും രുക്കുവിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ഇന്നത്തോടെ എല്ലാം കത്തി നശിക്കുമെന്ന് രുക്കു അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് സന്തോഷിക്കുകയാണ്. അർച്ചന അങ്ങനെ വെള്ളം ചൂടാക്കാനായി ഗ്യാസ് കത്തിക്കാനായി നിൽക്കുന്നതും രുക്കു ചെവിയെല്ലാം അടച്ചു പിടിച്ച് ആ ദുരന്ത വാർത്ത കേൾക്കാനായി സന്തോഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അർച്ചന വേഗം തന്നെ മുകുന്ദനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മുകുന്ദ നീ കിടന്നോ, കിടന്നില്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് വായോ, ഈ സിലിണ്ടർ ഒന്ന് മാറ്റി വെക്കണം, ഗ്യാസ് എപ്പോഴോ കഴിഞ്ഞു എന്ന് അർച്ചന അങ്ങനെ പറയാണ്. രുക്കു ആ പ്ലാനും പൊളിഞ്ഞു എന്ന് കരുതി ആകെ നിരാശപ്പെട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അർച്ചനയെ അച്ചു കണ്ണെല്ലാം അടച്ചു പിടിച്ചുകൊണ്ട് വിഷുക്കണി കാണിക്കാനായി കൊണ്ടുവരികയാണ്. അർച്ചന അപ്പോൾ അച്ചുവിനോട് പറയുന്നുണ്ട്, എടാ എപ്പോഴും ഞാനല്ലേ നിങ്ങളെ എല്ലാവരും കണി കാണിക്കുന്നത്, ഇതിപ്പോ എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അച്ചു മനസ്സിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, എല്ലാ രീതികളും മാറ്റണം ചേച്ചി, ശരിക്കും ഇവിടെ വിഷുക്കണി കാണേണ്ടത് എന്റെ ചേച്ചിയാണ്, നീ എപ്പോഴും അങ്ങോട്ടേക്ക്, ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് അച്ചു അങ്ങനെ സങ്കടപ്പെടുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, എടാ അച്ചു നല്ലൊരു ദിവസമായിട്ട് നീ എന്നെ കൂടി കരയിപ്പിക്കല്ലേ എന്നങ്ങനെ പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ചേച്ചി വായു എന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ അർച്ചനയും വിളിച്ചുകൊണ്ടുപോയി കണി കാണിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുകുന്ദനും വരുന്നുണ്ട്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, അണ്ണിയനും ചേട്ടനും കൂടി കണി ഒരുക്കിയതൊക്കെ കൊള്ളാം, പക്ഷേ ഉണ്ണിക്കണ്ണൻ എവിടെ എന്നങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഉണ്ണിമോൾ കൃഷ്ണവേഷത്തിൽ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആന്റിയമ്മേ ഉണ്ണിക്കണ്ണൻ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് അർച്ചന അങ്ങനെ തിരിഞ്ഞു നോക്കുന്നതും ഉണ്ണിമോളെ കാണുന്നതും അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണിമോളുടെ അടുത്തേക്ക് മഞ്ജുവും വരികയാണ്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്രാവശ്യത്തെ വിഷുക്കണി കലക്കി മുകുന്ദ, ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ് ഉണ്ണിമോളോട് അർച്ചന അങ്ങനെ പറയുന്നുണ്ട്, ഉണ്ണിക്കണ്ണ എന്നെയും എന്റെ കുടുംബത്തെയും ഇനി അങ്ങോട്ടേക്ക് പരിക്കും പോറലും ഇല്ലാതെ ഞങ്ങളെ കാത്തോളണമേ എന്ന് അർച്ചന അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് അർച്ചന അച്ചുവിനോട് പറയുന്നുണ്ട്, എടാ രുക്കുവിനെ വിളിച്ചുകൊണ്ടുവന്ന് കണി കാണിക്കുക പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ചേച്ചി അവൾ വരില്ല, കണി കാണണ്ട എന്നുള്ള പ്രതിഷേധത്തിലാണ് അവള്, ചേച്ചി അത് വിട്ടേക്ക്, കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ അച്ചു മുകുന്ദനോട് പറയുന്നുണ്ട്, ഏട്ടൻ രമ്യേട്ടത്തെയെ കൊണ്ടുവന്ന് കണി കാണിക്കുക എന്ന് പറയാണ്. മുകുന്ദൻ അങ്ങനെ രമ്യയെ വിളിക്കാനായി പോകുന്നതും മഞ്ജു പറയുന്നുണ്ട്, മുകുന്ദൻ അവിടെ നിൽക്ക്, ഞാൻ രമ്യയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ മഞ്ജു പോയി രമ്യയുടെ കണ്ണടച്ചു പിടിച്ചുകൊണ്ടുവന്ന് കണി കാണിക്കുകയാണ്. രമ്യയ്ക്കും ഉണ്ണിമോളെ കാണുന്നതും ഒരുപാട് സന്തോഷാവുകയാണ്. അങ്ങനെ മുകുന്ദനും അച്ചുവും ഞങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വരാൻ ചേച്ചി, കൈനീട്ടം വാങ്ങാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് പോവുകയാണ്. രമ്യ ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി ചിന്നുവിനെ വിളിച്ച് കണി കാണിക്കണ്ടേ, അവളെ വിളിച്ചിട്ട് വായോ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, കണി കാണിക്കണം, പക്ഷെ ഞാനല്ല അവളെ കണി കാണിക്കുന്നത്, അതിലൊരു സസ്പെൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്താണ് സസ്പെൻസ് എന്ന്. അപ്പോഴേക്കും അർച്ചന ദേ അങ്ങോട്ടേക്ക് നോക്ക് എന്ന് പറയാണ്. ചിന്നുവിന് അപ്പോഴേക്കും സുമിത്ര ടീച്ചർ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് കണി കാണിക്കാനായി കൊണ്ടുവരികയാണ്. ഇത് കണ്ട് മഞ്ജുവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് കണ്ണ് തുറന്ന് ചിന്നു ഉണ്ണിമോളെ കാണുന്നതും ചിന്നുവിനും ഒരുപാട് സന്തോഷാവുകയാണ്. അതിനുശേഷം അർച്ചന രമ്യയോടും മഞ്ജുവിനോടും പറയുന്നുണ്ട്, നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വായോ, കൈനീട്ടം വാങ്ങേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. അവരപ്പം തന്നെ പോകുന്നുണ്ട്. അതിനുശേഷം അർച്ചനയും വേഗം കുളിച്ച് ഫ്രഷായി റെഡിയായി വരികയാണ്. എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, ചിന്നു മോളെ വേഗം റെഡി ആവണേ, അമ്മ റെഡി ആയിട്ടോ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുമിത്ര ടീച്ചർ വരുന്നുണ്ട്. എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് കൈനീട്ടം കൊടുക്കാൻ മൂന്നേ പേരേ ഉള്ളൂ, എൻ്റെ മോനും നീയും ചിന്നുമോളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ആദ്യം തന്നെ അർച്ചനയ്ക്ക് കൈനീട്ടം കൊടുക്കുകയാണ് സുമിത്ര ടീച്ചർ. പിന്നീട് ടീച്ചർ ചിന്നുവിനും കൈനീട്ടം കൊടുക്കുകയാണ്. എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, മോളെ അർച്ചനെ, ഞാൻ വീട്ടിൽ പാൽക്കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവൻ വീട്ടിലുള്ളപ്പോൾ വിഷുവിന് ഞങ്ങൾക്ക് അതാണ് പതിവ്, വർഷവും അത് ഞങ്ങൾ തെറ്റിക്കുന്നില്ല, കൈനീട്ടവും കൊടുത്ത് ചിന്നുമോളെ വിളിച്ചു കൊണ്ടുവരണമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്, മോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ടീച്ചർ അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എല്ലാം ടീച്ചറുടെ ഇഷ്ടമെന്ന്. അങ്ങനെ സുമിത്ര ടീച്ചർ ചിന്നുവിനെയും വിളിച്ച് ജേക്കിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് റെഡി ആയിക്കൊണ്ട് രുക്കു വിഷുക്കണിയുടെ അടുത്തേക്ക് വരികയാണ്. വിഷുക്കണിയെല്ലാം അങ്ങനെ കാണുന്നതും രുക്കുവിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം അർച്ചനയും ഉണ്ണിമോളും രമ്യയും മഞ്ജുവും എല്ലാവരും ഡൈനിങ് ടേബിളിൽ അങ്ങനെ ഫുഡ് കഴിക്കാനായി ഇരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുകുന്ദനും അച്ചുവും കൂടി കഞ്ഞിയും പുഴുക്കും മുളക് ചമ്മന്തിയും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നീട് എല്ലാവരും തന്നെ അങ്ങനെ ഇരുന്ന് കഞ്ഞിയും പുഴുക്കും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചു എന്നിട്ട് രുക്കുവിനെ വിളിക്കുന്നുണ്ട്, രുക്കു നീ വരുന്നുണ്ടോ കഞ്ഞി കുടിക്കാൻ, വേഗം വന്നോ, തീർന്നു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയാണ്. രുക്കു അങ്ങനെ ദേഷ്യത്തോടെ വരുന്നുണ്ട്.
എല്ലാവരോടും രുക്കുവിനോട് കഴിക്കാനിരിക്കെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ഈ കഞ്ഞിയും പുഴുക്കൊന്നും, ഞാൻ നല്ല ആലു പൊറോട്ടയും മട്ടൻ പെരട്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്, എനിക്കുള്ള ഫുഡ് ഇപ്പൊ തന്നെ വരുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും രുക്കുവിന്റെ ഫോണിലേക്ക് ഡെലിവറി ബോയ് ഫുഡ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. രുക്കു അപ്പൊ തന്നെ അത് സന്തോഷത്തോടെ വാങ്ങാനായി പോവുകയാണ്. ഫുഡ് വാങ്ങിക്കൊണ്ടുവന്ന് അവരുടെ കൂട്ടത്തിലിരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് ചോദിച്ച് ഫുഡെല്ലാം തുറന്ന് കഴിക്കാനായി പോവുകയാണ്. എന്നാൽ ഫുഡ് തുറക്കുന്നതും അതിൽ ചപ്പാത്തിയും കിഴങ്ങ് കറിയുമാണ്. അത് കണ്ട് എല്ലാവരും തന്നെ ചിരിക്കുന്നുണ്ട്. ഇതെന്താ രുക്കു, ആലു പൊറോട്ടയും മട്ടൻ പെരട്ടും എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയും കിഴങ്ങ് കറിയാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രുക്കുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. സോറി മാഡം, ഗ്യാസ് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഇല്ല, പകരം ചപ്പാത്തിയും കിഴങ്ങ് കറിയുമാണെന്ന് പറയാണ്. ചുവപ്പ് ചോദിക്കുന്നുണ്ട്, രുക്കു ചപ്പാത്തിയും കിഴങ്ങ് കറിയാണല്ലോ, ഇനി നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ രുക്കു നാണം കെട്ട് അതിനെന്താ, ഞാൻ കഞ്ഞിയും പുഴുക്കും കഴിക്കുമല്ലോ എന്ന് പറഞ്ഞ് വേഗം ആ ഫുഡ് എടുത്ത് കഴിക്കുകയാണ്. അതുകണ്ട് എല്ലാവർക്കും തന്നെ ചിരി വരുന്നുണ്ട്. രുക്കു കഞ്ഞിയും പുഴുക്കും ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് അർച്ചന അങ്ങനെ കണ്ട് ചിരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.